മാർക്കറ്റിൽ ബീഫിന് വില കൂടിയാലും പോത്തിനെ വളർത്തുന്ന കർഷകർക്ക് ഗുണം ലഭിക്കാറില്ല. ഈ വർഷത്തെ കൊടും ചൂടും പോത്ത് വളർത്തലിനെ കാര്യമായി ബാധിച്ചു. നഷ്ടം ഭയന്ന പുതിയതായി പോത്തുകുട്ടികളെ ഇറക്കാൻ മടിക്കുകയാണെന്ന് പോത്ത് കർഷകർ പറയുന്നു. സുലഭമായ വെള്ളം, അതാണ് പോത്ത് വളർത്തലിന് ഏറ്റവും അത്യാവശ്യം. ദിവസവും മണിക്കൂറുകളോളം പോത്തുകൾക്ക് വെള്ളത്തിൽ കിടക്കണം. പക്ഷേ ഇത്തവണത്തെ കൊടും വേനലിൽ ഒരിക്കലും പറ്റാത്ത ജലസ്രോതസ്സുകൾ പോലും പറ്റി. പച്ചപ്പുല്ലിനും കടുത്ത ക്ഷാമം. വേനൽ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ചിലപ്പോൾ കുളത്തിലുള്ള വെള്ളത്തിൻ്റെ സ്ഥിതി, പിന്നെ പുല്ലിട്ടല്ല വൈക്കോലൊക്കെയാണ്. വൈക്കോല് 250 റുപ്യ വിലയാണ് ഒരു റോള് പുല്ലിന്. പിന്നെ പോത്ത് കൊടുത്ത് നമുക്ക് ഒക്കില്ല. പിന്നെ കാലിത്തീറ്റ ഇറക്കുക പറഞ്ഞാൽ അത് നമുക്ക് പോത്തിന് കൊടുത്ത നഷ്ടക്കേസാണ്. ബീഫിൻ്റെ വില ഉയർന്നാലും കർഷകർക്ക് ഗുണം ലഭിക്കാറില്ല. പോത്തിൻ്റെ തൂക്കമനുസരിച്ചാണ് അറവുകാർ വില പറയുക. ഇപ്പോഴത്തെ നിലയ്ക്ക് എങ്ങനെയായാലും നഷ്ടമേ വരൂ എന്ന് കർഷകർ പറയുന്നു. ചന്തയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവിടെ 350 വിലയാണ്. ആ ഒരു മതിപ്പ് വില അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ ചന്ത പൈസ, ബ്രോക്കർമാരുടെ പൈസ, വണ്ടിക്കൂലിയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ 450-500 റുപ്യേൻ്റെ മേലെ വിലയാവും. ഇപ്പോൾ നമ്മളിവിടെ 400 അറിയുമ്പോൾ തന്നെ ഓരോരുത്തർ ചീത്ത പറയാണ്, വില അധികമെന്ന് പറഞ്ഞിട്ട്. നഷ്ടക്കണക്കുകൾക്കിടയിലും അടുത്ത മാസത്തെ ബലിപ്പെരുന്നാളിലാണ് കർഷകരുടെ പ്രതീക്ഷ. പോത്ത് നന്നാകുന്നതനുസരിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് പിന്നെ അതിൻ്റെ തൂക്കം നോക്കില്ല. നല്ല പോത്താണെങ്കിൽ നല്ല വില കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള കണ്ടീഷനാണ് നിൽക്കുന്നത്. അതാണ് സ്ഥിതി. കൃഷിയിടങ്ങളിൽ വ്യാപകമായി കളനാശിനികളും കീടനാശിനികളും പ്രയോഗിക്കുന്നതും പോത്തു വളർത്തലിന് ഭീഷണിയാവുകയാണെന്ന് കർഷകർ പറയുന്നു. ബീഫിൻ്റെ മാർക്കറ്റ് വില ഉയരുന്നതിലൊന്നും പോത്ത് കർഷകർക്ക് വലിയ പ്രതീക്ഷയില്ല. എല്ലാ വർഷത്തെയും പോലെ ബലിപ്പെരുന്നാൾ കാലത്തെ മോഹവിലയിലാണ് കർഷകരുടെ പ്രതീക്ഷ. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.